എല്ലാവർക്കും മല്ലവുഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പാസഞ്ചർ, വിലായത്ത് ബുദ്ധ, ബാലൻ എന്നീ സിനിമകളുടെ അപ്ഡേറ്റ്സ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് പാസഞ്ചർ എന്ന ഇംഗ്ലീഷ് സിനിമയെ പറ്റിയാണ്. ഈ ഒരു സിനിമയുടെ OTT ആമസോൺ പ്രൈമാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമയുടെ OTT സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഉയർ എന്ന സിനിമയെ പറ്റിയാണ്. റോഷൻ മാത്യു നായകനായി വന്ന ഈ ഒരു സിനിമയുടെ OTT ഇതുവരെയായി ആരും വാങ്ങിയിട്ടില്ല. എന്തു തന്നെയായാലും ഓഗസ്റ്റ് മാസത്തിൽ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാകുമെന്ന് വിചാരിക്കാം. അടുത്തൊരു അപ്ഡേറ്റ് വിലായത്ത് ബുദ്ധ എന്ന സിനിമയെ പറ്റിയാണ്. പൃഥ്വിരാജ് നായകനായി വന്ന വിലായത്ത് ബുദ്ധ ഇപ്പോഴിതാ ജിയോ ഹോട്ട്സ്റ്റാർ ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് വാരത്തിൽ വിലായത്ത് ബുദ്ധയുടെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് കാട്ടുകുസ്തി എന്ന സിനിമയെ പറ്റിയാണ്. ഈ ഒരു സിനിമയുടെ OTT നെറ്റ്ഫ്ലിക്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ഗ്രാമത്തിൽ താമസിക്കുന്ന വീര എന്ന യുവാവ് തനിക്ക് കീഴടങ്ങിയ ജീവിക്കുന്ന ഒരു ഭാര്യയെ ആഗ്രഹിച്ചാണ് വിവാഹം കഴിക്കുന്നത്. വീരയ്ക്ക് ലഭിക്കുന്നത്. ഇതിനെ പറ്റിയാണ് ഈ ഒരു സിനിമ പറഞ്ഞു പോകുന്നത്. കാട്ടുകുസ്തി 2ന്റെ OTT നെറ്റ്ഫ്ലിക്സിൽ ഓഗസ്റ്റ് വാരത്തിൽ അല്ലെങ്കിൽ ജൂലൈ അവസാനം തന്നെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് ആൽഫ എന്ന സിനിമയെ പറ്റിയാണ്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. അടുത്തൊരു അപ്ഡേറ്റ് കാട്ടാളൻ എന്ന സിനിമയെ പറ്റിയാണ്. ആന്റണി വർഗീസ് നായകനായി വന്ന കാട്ടാളൻ എന്ന സിനിമയുടെ OTT ഇതുവരെയായി വാങ്ങിച്ചിട്ടില്ല. ആമസോൺ പ്രൈം അല്ലെങ്കിൽ സൈന പ്ലേ C5 ആയിരിക്കാം ഈ ഒരു സിനിമയുടെ OTT വാങ്ങുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ചിന്ന ചിന്ന യാസൈ എന്ന സിനിമയെ പറ്റിയാണ്. ഇന്ദ്രൻസ് മധു ഒന്നിച്ചെത്തിയ സിനിമയാണ് ഇത്. OTT C5 ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ഈ മാസം തന്നെ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് എന്ത് സ്വന്തം പുണ്യാളൻ എന്ന സിനിമയെ പറ്റിയാണ്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT മനോരമ മാക്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ജൂലൈ വാരത്തിൽ തന്നെ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് രാമചന്ദ്ര ബോസൻകോ എന്ന സിനിമയെ പറ്റിയാണ്. നിവിൻ പോളി നായകനായി വന്ന ഈ ഒരു സിനിമയുടെ OTT ഇതുവരെയായി റിലീസ് ചെയ്തിട്ടില്ല. 2 വർഷം കഴിഞ്ഞു. ഇപ്പോഴിതാ മനോരമ മാക്സിൽ ജൂലൈ മാസത്തിൽ തന്നെ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. അടുത്തൊരു അപ്ഡേറ്റ് പള്ളിച്ചട്ടമ്പി എന്ന സിനിമയെ പറ്റിയാണ്. ടൊബിനോ തോമസ് നായകനായി വന്ന പള്ളിച്ചട്ടമ്പി ഇപ്പോഴിതാ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. മനോരമ മാക്സ് ആണ് OTT വാങ്ങിച്ചിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയെ പറ്റിയാണ്. മമ്മൂട്ടിയും ഗൗതം വാസുദേവ് മേനോനും ഒന്നിച്ചെത്തിയ സിനിമയാണ് ബസൂക്ക. C5ലാണ് ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ബാലൻ എന്ന സിനിമയെ പറ്റിയാണ്. ബാലൻ ഇപ്പോഴിതാ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. C5 ആണ് ഈ ഒരു സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ജൂലൈ അവസാനം അല്ലെങ്കിൽ ഓഗസ്റ്റ് ആദ്യ വാരമായിരിക്കാം ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് മായന്തി ബംഗാരം എന്ന സിനിമയെ പറ്റിയാണ്. സമന്ത രുത് പ്രഭു നായികയായി വന്ന ഈ ഒരു സിനിമയുടെ OTT ജൂലൈ 17 ജിയോ ഹോട്ട്സ്റ്റാറിൽ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.